അർജുന്റെ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജു കണ്ണൻ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിജു പറഞ്ഞതിൽ നിന്ന് അധികം വൈകാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരിയ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അത് ട്രക്കിന്റെ മുൻഭാഗത്ത് ഇരുമ്പ് വടം ബന്ധിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അത് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരയിൽ നമുക്ക് ക്രെയിൻ സംവിധാനം കാണാം. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ വരെ ഉയർത്താൻ കഴിയുന്ന ക്രെയിൻ സംവിധാനമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇരുമ്പ് വടമുള്ള ക്രെയിൻ സംവിധാനമാണ്. കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചിരുന്നത് മറ്റ് തരത്തിലുള്ള വടമാണ്. അത് വലിക്കുമ്പോൾ 2 തവണ വലിച്ചുയർത്താനുള്ള ശ്രമത്തിനിടെ 2 തവണ പൊട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഏറെ നേരം ശ്രമകരമായി ദൗത്യം നടത്തിയിട്ടും അത് വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം നിർത്തിവെക്കുകയായിരുന്നു. ഏതായാലും ഇത് കരയിലേക്ക് എത്തിച്ചു അതിനുവേണ്ടി ഇത് കരയിലേക്ക് തിരൂരിൽ അർജുന്റെ ട്രക്ക് കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രശ്നമുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് കരയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിക്കുന്നത്. സിജു കണ്ണൻ തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിജു, അല്പസമയത്തിനകം തന്നെ ഈ ട്രക്ക് പൂർണ്ണമായും കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് നിലവിലത് റോഡിലേക്ക് കയറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാലാവസ്ഥയെല്ലാം തന്നെ അനുകൂലമാണെന്ന് കൂടി മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് ഈ ദൗത്യ സംഘത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിട്ടുള്ളത്? ട്രക്ക് കരയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ക്രെയിൻ ഉപയോഗിച്ച് ട്രക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. കരയിലുള്ള കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ കഴിയുന്ന തരത്തിൽ ഇരുമ്പ് വടം ഉപയോഗിച്ച് ട്രക്കിന്റെ ഇരുമ്പ് വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് വാഹനം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയ നിലയിലാണ് എന്ന ഒരു സംശയമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇത് കരയിലെത്തിച്ച ശേഷം വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അർജുന്റെ ശരീരഭാഗം ഇന്നലെ വാഹനത്തിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ആ ട്രക്കിനകത്ത് കൂടുതൽ ശരീരഭാഗങ്ങളുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയമുണ്ട്. അത് കരയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ആ പരിശോധനയിലേക്ക് കടക്കാൻ കഴിയൂ. അതിൻ്റെ ക്യാബിൻ ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇതിനകത്ത് നിന്നാണ് ശരീരഭാഗങ്ങൾ ഇന്നലെ കണ്ടെത്തിയത്. ക്യാബിൻ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അത് പൊളിച്ചു നീക്കി വേണം ഇതിനകത്തുള്ള പരിശോധന നടത്താൻ. അത് കരയിൽ എത്തിച്ചാൽ മാത്രമേ ആ പരിശോധനകൾ നടത്താൻ സാധ്യമാകൂ. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോൾ ഇത് കരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. നിലവിൽ ഈ വാഹനം ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ റോപ്പ് ഉപയോഗിച്ച് അർജുന്റെ ട്രക്ക് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങളാണ് സിജു കണ്ണൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.